ഞാൻ എന്ത് വേണമെങ്കിലും സഹിച്ചോളാം അമ്മേ. എനിക്കിപ്പം അതിനൊക്കെയുള്ള മനസ്സുണ്ട്. അമ്മയും അച്ഛനൊക്കെ സ്നേഹിക്കുന്ന രീതിയിൽ വരുണിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് ഞാൻ വേറെ ഒരു ദുരാഗ്രഹവും ഇല്ലാതെ കണിമംഗലത്ത് നിൽക്കണമെന്നാ എന്റെ ആഗ്രഹം. രാധികമോള് കൃത്യമായിട്ട് കേട്ടല്ലോ. അച്ഛനും അമ്മയ്ക്കും അനുജത്തിക്കും വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറുള്ള ആളല്ലേ. അനുജത്തി പറയുന്ന ഈ ആഗ്രഹവും സാധിച്ചു കൊടുക്കുക. ചേച്ചി, അമ്മയിലെ ഈ മാറ്റം പോലും ചേച്ചി സംസാരിച്ചതിന്റെ പേരിലാണെന്ന് എനിക്കറിയാം. താങ്ക് യു. ഇതെന്താ പത്മിനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. വരുണിനെയും രാധികയെ അകറ്റാൻ ബോധപൂർവം ശ്രമിക്കുന്നത് പോലെ. അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല. ഒരുമിക്കേണ്ടത് വരുണും രാധികയും തമ്മില്. അതിനുവേണ്ടി എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും. മോളെന്താ കരയുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? ഒന്നുമല്ല മുത്തശ്ശി. കള്ളം പറയാൻ അറിഞ്ഞൂടെ എന്റെ കുട്ടിക്ക്? എപ്പോഴും സത്യം പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് കള്ളം പറയുമ്പോ നിന്റെ മുഖത്ത് അത് വ്യക്തമാവുന്നുണ്ട്. എന്നോടൊന്നും ചോദിക്കണ്ട മുത്തശ്ശി, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ചുറ്റും നടക്കുന്നതൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലാവും. അത് അതിന്റെ വഴിക്ക് അങ്ങ് നടന്നോട്ടെ. മോളുടെ മനസ്സിനെ നേരെ നിർത്തിയാ മതി. എന്ന് ഞാൻ ഇങ്ങനെയാ ചെയ്യാത്ത തെറ്റിന്റെ പേരില് കുറെ പേരെന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. കുറെ പേരെനിക്ക് ശിക്ഷ വിധിക്കും. അങ്ങനെയൊക്കെ കേട്ടാലും നിന്റെ മനസ്സിലുള്ളത് നിനക്ക് തേച്ചുമാച്ച് കളയാൻ പറ്റില്ലല്ലോ. ഈ ഇഷ്ടം എന്ന് പറയുന്നത് ആരും നിർബന്ധിച്ചുണ്ടാവുന്നതല്ല. അത് മനസ്സിൽ തനിയെ തോന്നുന്നതാ. അത് ചിലർക്ക് മനസ്സിലാവും. ചിലരത് ഭീഷണിപ്പെടുത്തി വാങ്ങിയെടുക്കാൻ നോക്കും. മണ്ടത്തരങ്ങള്. ഞാൻ മുറിയിലേക്ക് പോട്ടെ മുത്തശ്ശി? നിൽക്ക്, മുത്തശ്ശി ഒരു കാര്യം തരാം. ദാ. വായിച്ചതിലും അറിഞ്ഞതിലും ഏറ്റവും ദിവ്യമായ പ്രണയമാ രാധയ്ക്ക് കൃഷ്ണനോടുള്ളത്. എത്ര നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നു, എത്ര പാടി കേട്ടിരിക്കുന്നു. ഓരോ തവണ കേൾക്കുമ്പോഴും അതിന്റെ മാറ്റം കൂടിക്കൂടി വരികയല്ലേ. നമുക്ക് മറ്റുള്ളവരോട് കളവ് പറയാം, നമുക്ക് നമ്മളോട് കളവ് പറയാൻ പറ്റില്ല. ഈ ചിത്രം ഞാൻ നിന്നെ ഏൽപ്പിച്ചതിന് അതിൻ്റെതായ അർത്ഥമുണ്ട്. നിന്റെ കൃഷ്ണന്റെ പ്രണയം അവഗണിച്ച് ഒരിക്കലും നിനക്ക് ജീവിക്കാനാവില്ല. ഓർമ്മയുണ്ടല്ലോ, നിന്റെ കഴുത്തിലേക്ക് മറ്റൊരാൾ താലി ഉയർത്തിയപ്പോ എന്റെ കഴുത്തിലൊരു താലിയുണ്ട്, അതെന്റെ കൃഷ്ണൻ കെട്ടിയതാണെന്ന് നീ പറഞ്ഞത്. അതിന്റെ ഭദ്രത നീ ഇതുവരെ കാത്തില്ലേ? പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലല്ലേ. എന്തിനോട് ഇങ്ങനെ ജീവിക്കുന്നേ? തെരുവിൽ സ്വയം വിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും ഇതിനേക്കാളും അന്തസ്സും മാന്യതയുണ്ട്. അമ്മേ, നടന്ന എന്താ നമ്മ കണ്ടതല്ലേ. ഞാൻ ഇക്കാര്യത്തിൽ എന്ത് തെറ്റ് ചെയ്തെന്ന? ഓ, നിന്റെ പറച്ചില് കേട്ടാ എന്താ തോന്നാന്നറിയോ?
നീ പാവത്തിനെ പോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നു, വരുൺ കരുതിക്കൂട്ടി നിന്റെ അടുത്തു വരുന്നു, നിന്നെ കയറി പിടിക്കുന്നു എന്നൊക്കെയല്ലേ? അതാണോ സത്യം? അവനെ ഒരാൺകുട്ടിയാ. എന്തിനും തയ്യാറായി നീ ഇവിടെ നിൽക്കുമ്പോ അവൻ ചിലപ്പോ നോക്കിയെന്നും തൊട്ടൂന്നും ഒക്കെ വരും. അത് നിന്റെ കഴിവായിട്ട് നീ കാണരുത്. വേണ്ട, നിന്റെ കരച്ചിലേ എന്നെ കാണിക്കണ്ട. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രിയങ്കയും വരുണും തമ്മിലുള്ള പ്രശ്നം ഇന്ന് തന്നെ തീരണം. അത് ചെയ്യേണ്ടത് നീയാ. ഞാനെന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. ഇന്നു മുതൽ ഭാര്യയും ഭർത്താവും എന്ന രീതിയിൽ അവര് ജീവിച്ചു തുടങ്ങണം. അവരെ ശല്യപ്പെടുത്താൻ അവർക്ക് ചുറ്റും നീ ഉണ്ടാവരുത്. വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും അവരുടെ ആദ്യ രാത്രി നടന്നിട്ടില്ല. അതിനുള്ള മുഹൂർത്തം ഇന്നാ. അത് കഴിഞ്ഞാൽ നീ പൊയ്ക്കൊള്ളണം. ആറ്റുവാശ്ശേരിയിലേക്കോ അതിലും ദൂരത്തേക്കോ എങ്ങോട്ടെങ്കിലും. ഒരർത്ഥത്തിൽ നീയൊക്കെ അങ്ങനെ പോകുന്ന നല്ലത്. അമ്മ എന്നെ ശപിക്കല്ലേ. ശാപം കിട്ടാതിരിക്കണമെങ്കിൽ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം. നിനക്ക് നന്മയുള്ളവളെന്ന് അഭിനയിക്കാനേ പറ്റൂ. നിന്റെ മനസ്സ് മുഴുവനും തിന്മയാ. ആർക്കും നീ പിടികൊടുക്കില്ലല്ലോ. അതുകൊണ്ടാ മറ്റുള്ളവർ അറിയാൻ വൈകുന്നത്. എന്റെ മകന്റെ ജീവിതം എനിക്ക് വലുതാ.